സ്നേഹമുള്ളവരെ, ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ വ്യക്തികളെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, സുവിശേഷങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വാക്ക് പ്രധാനമായും പ്രതിപാദിച്ചിരിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്നാപക യോഹന്നാൻ തൻ്റെ ദൗത്യം ആരംഭിച്ചപ്പോൾ വിളിച്ചു പറയുന്ന വാക്ക് ഇപ്രകാരമാണ്: മാനസാന്തരപ്പെടുവിൻ. അതുപോലെ തന്നെ ഈശോയും തൻ്റെ ദൗത്യം ആരംഭിക്കുമ്പോൾ ജനങ്ങളോട് വിളിച്ചു പറയുന്നത് ഇപ്രകാരം തന്നെയാണ്: മാനസാന്തരപ്പെടുവിൻ. അപ്പസ്തോല പ്രമുഖനും യേശുവിൻ്റെ ശിഷ്യനുമായിരുന്ന പത്രോസ് ആദ്യത്തെ പന്തക്കൊസ്ത അനുഭവത്തിന് ശേഷം അവിടെ കൂടിയിരുന്നവരോട് ആഹ്വാനം ചെയ്യുന്നത് മാനസാന്തരപ്പെടുവിൻ, പശ്ചാത്തപിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. മാനസാന്തരത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും നാളുകൾ ഓരോ വ്യക്തികൾക്കും ഉണ്ടാകണമെന്ന് തിരുസഭ ആഗ്രഹിക്കുന്നുണ്ട്. ഈ അനുതാപവും പശ്ചാത്താപവും തിരിച്ചുവരവും നിരന്തരമായി ഓരോ വ്യക്തിയിൽ സംഭവിക്കേണ്ട കാര്യമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം തിരുവചനം ഈശോ പറയുന്നത് ഇപ്രകാരമാണല്ലോ: അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. യേശുവിൻ്റെ മുന്നോടിയായ സ്നാപക യോഹന്നാനും വിളിച്ചു പറയുന്നത് ഇപ്രകാരമാണ്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 2-ാം തിരുവചനം: മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ ഈശോയും സ്നാപക യോഹന്നാനും വിശുദ്ധ പത്രോസും ഒരേ അർത്ഥത്തിൽ ചിന്തിക്കുകയും ഒരേ കാര്യങ്ങൾ പറഞ്ഞ് പുതിയ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയുമാണ് ചെയ്യുന്നത്. എന്താണ് മാനസാന്തരം, പശ്ചാത്താപം, തിരിച്ചുവരവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഹെബ്രായ ഭാഷയിൽ, പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ, നമ്മൾ തിരിച്ചുവരവിന്, അനുദപിക്കേണ്ടതിന്, പശ്ചാത്താപത്തിന് കാണുന്നൊരു വാക്കാണ് ഷൂവ്. ഈ വാക്കിൻ്റെ അർത്ഥം തിരിയുക, പിന്തിരിയുക എന്നുള്ളതാണ്. തിരിയുക, പിന്തിരിയുക എന്നുള്ളതാണ് ഷൂവ് എന്ന വാക്കിന് ഹെബ്രായ ഭാഷയിൽ അർത്ഥമാകുന്നത്. പശ്ചാത്താപത്തിൻ്റെ ആഹ്വാനം പ്രവാചകന്മാരിലൂടെ നൽകുമ്പോൾ തിരിയണം, പിന്തിരിയണം എന്നുള്ള അർത്ഥമാണ് അവർ പ്രധാനമായും നൽകുന്നത്. പുതിയ നിയമത്തിലാകുമ്പോൾ പശ്ചാത്താപത്തിന്, മാനസാന്തരത്തിന് ഉപയോഗിക്കുന്ന വാക്ക് മെറ്റനോയിയ എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള വാക്കായിരിക്കാം. 2 വാക്കുകൾ ചേർന്നതാണ് മെറ്റനോയിയ. മെറ്റ പ്ലസ് നോവുസ്. മെറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസം, ചേഞ്ച് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നോവുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ്.
മനസ്സിൻ്റെ വ്യത്യാസം എന്നുള്ളതാണ് ഗ്രീക്ക് ഭാഷയിൽ പശ്ചാത്താപം, മാനസാന്തരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒന്നുകൂടെ ആന്തരികമായ അർത്ഥം മനസ്സിലാക്കുകയാണ് എങ്കിൽ ഒരു വ്യക്തിയുടെ അവൻ്റെ ആകത്തുക തന്നെ ദൈവത്തിലേക്ക് തിരിയുക, ദൈവത്തിലേക്ക് പിന്തിരിയുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുവിശേഷത്തിൽ പ്രത്യേകിച്ച് ആദിമ സഭാപിതാക്കന്മാരിൽ അവർ എടുത്തു കാണിക്കുന്ന പശ്ചാത്താപത്തിന്, തിരിച്ചുവരവിന്, അനുതാപത്തിന് എടുത്തു കാണിക്കുന്ന മനോഭാവം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ആന്തരികതയിൽ സംഭവിക്കുന്ന മാറ്റമാണ്. ബാഹ്യമായി സംഭവിക്കുന്നതല്ല, ബാഹ്യമായ മനോഭാവമല്ല അവിടെ അർത്ഥമാക്കുന്നത്. അതിനേക്കാൾ ഉപരി ആന്തരികതയിൽ ആന്തരിക മനോഭാവം മാറ്റിക്കൊണ്ട് അവൻ ദൈവത്തിലേക്ക് തിരിച്ചു വരുന്നു, തിരിച്ചു നടക്കുന്നു എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ഒരു വ്യക്തിയുടെ ആന്തരികതയിൽ, ആന്തരിക മനോഭാവത്തിൽ വ്യത്യാസമുണ്ടായി കഴിഞ്ഞാൽ അത് അവൻ്റെ ബാഹ്യമായ സ്വഭാവത്തിലും അതിനുള്ള പ്രത്യേകതകൾ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ചില വ്യക്തികൾ അവരുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് എനിക്കൊരു ദൈവാനുഭവം കിട്ടിയപ്പോൾ എൻ്റെ സ്വഭാവത്തിൽ പോലും ആ വ്യക്തിയുടെ ആന്തരിക മനുഷ്യനിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായപ്പോൾ, ദൈവത്തിലേക്ക് തിരിഞ്ഞപ്പോൾ ആ വ്യക്തിയുടെ ബാഹ്യ സ്വഭാവ പ്രക്രിയയിലും വലിയ വ്യത്യാസങ്ങൾ വന്നു ചേർന്നു എന്ന് അവകാശപ്പെടുന്നത്. പൗലോസ്ലീഹായുടെ കാര്യമെടുക്കുക. പൗലോസ്ലീഹ വ്യക്തമായിട്ട് പറയുന്നു, അനുതാപത്തിൻ്റെ ഒരു വ്യക്തി എന്ന നിലയിൽ പൗലോസ്ലീഹ കൂട്ടിച്ചേർക്കുന്നത് ഇപ്രകാരമാണ്: പാപികളിൽ ഒന്നാമനാണ് ഞാൻ, യേശുവിനെ പീഡിപ്പിച്ചവനും വേദനിപ്പിച്ചവനുമാണ് ഞാൻ. എത്രയോ ഉന്നതമായ നിലയിലേക്ക് ദൈവം ഉയർത്തിയെങ്കിലും ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അനുതാപത്തിൻ്റെ, പശ്ചാത്താപത്തിൻ്റെ, യേശുവിലേക്ക് തിരിഞ്ഞതിൻ്റെ മനോഭാവമാണ് എപ്പോഴും പൗലോസ്ലീഹ കാത്തു സൂക്ഷിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടത് ഈ പശ്ചാത്താപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും തിരിച്ചുവരവിൻ്റെയും മനോഭാവമാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ വിശുദ്ധ ബലി അർപ്പണത്തിൽ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ കുർബാനയിൽ പശ്ചാത്താപത്തിൻ്റെ ശുശ്രൂഷ, അനുതാപത്തിൻ്റെ ശുശ്രൂഷ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഓരോ ദിവസവും അനുനിമിഷവും ഒരു വ്യക്തിയിൽ, ഒരു വ്യക്തിയുടെ ആന്തരികതയിൽ സംഭവിക്കേണ്ട കാര്യമാണ് ഈ അനുതാപത്തിൻ്റെ മനോഭാവം, പശ്ചാത്താപത്തിൻ്റെ മനോഭാവം എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. കേരള മണ്ണിൻ്റെ വിശുദ്ധനായ, നമ്മുടെ ചിന്തകളും മനോഭാവങ്ങളും അറിയുന്ന വലിയ വിശുദ്ധാത്മാവാണല്ലോ വിശുദ്ധ ചാവറയച്ചൻ. മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് മാമോദീസായിൽ എനിക്ക് ലഭിച്ച ദൈവിക വരപ്രസാദം ഒരിക്കലും നഷ്ടപ്പെടുത്തുവാനായി എനിക്കിടയായിട്ടില്ല എന്ന് പറഞ്ഞ വിശുദ്ധനാണ് വിശുദ്ധ ചാവറ പിതാവ്. പക്ഷേ വിശുദ്ധ ചാവറ പിതാവിൻ്റെ ആന്തരിക മനോഭാവം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വാക്കിൽ ഒതുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തെ ഇങ്ങനെ വിളിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പല ഗുണവിശേഷങ്ങളും പല കാര്യങ്ങളും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് വിശുദ്ധ ചാവറ പിതാവ് എങ്കിലും അദ്ദേഹത്തിൻ്റെ ആന്തരിക മനോഭാവം പശ്ചാത്താപത്തിൻ്റെ മനോഭാവമാണ്. അതുകൊണ്ടാണ് പെനിറ്റന്റ് സെയിന്റ് എന്ന് വിശുദ്ധ ചാവറ പിതാവിനെ പലരും വിളിക്കുന്നത്. പശ്ചാത്താപത്തിൻ്റെ വിശുദ്ധനാണ് വിശുദ്ധ ചാവറ പിതാവ്. എങ്ങനെയാണ് മാമോദീസായിൽ എനിക്ക് ലഭിച്ച ദൈവിക വരപ്രസാദം ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തുവാൻ ഇടയായിട്ടില്ല എന്ന് പറഞ്ഞ വിശുദ്ധൻ, ആ വിശുദ്ധൻ്റെ
ധ്യാനാത്മക ജീവിതവും ആന്തരിക ജീവിതവും പരിശോധിച്ച് നോക്കുമ്പോൾ അനുനിമിഷവും നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്: വലിയ പശ്ചാത്താപത്തിലേക്ക്, മാനസാന്തരത്തിലേക്ക് എപ്പോഴും എപ്പോഴും തിരിഞ്ഞുകൊണ്ടുള്ള വ്യക്തിയായിരുന്നു വിശുദ്ധ ചാവറ പിതാവെന്ന്. വിശുദ്ധ ചാവറ പിതാവിൻ്റെ കൃതികളിൽ, പ്രത്യേകിച്ച് ധ്യാന സല്ലാപങ്ങളിലും ആത്മാനുതാപത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധ ചാവറ പിതാവ് രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. വിശുദ്ധ ചാവറ പിതാവ് ധ്യാനത്തിനായി ദൈവിക സന്നിധിയിൽ മുട്ടുകൾ മടക്കുമ്പോൾ 3 വിശുദ്ധരുടെ പ്രത്യേകമായിട്ടുള്ള സഹായം തേടാറുണ്ടായിരുന്നു അത്രേ. പ്രത്യേകിച്ച് മേരി മാഗ്ഡലിൻ, അതുപോലെ തന്നെ ഈജിപ്തിലെ വിശുദ്ധ മറിയം, കൊർത്തോണയിലെ വിശുദ്ധ മാർഗരറ്റ്. ഈ 3 വിശുദ്ധാത്മാക്കളും തങ്ങളുടെ ജീവിതം കൊണ്ട് ഒരു പുതിയ വഴിത്തിരിവിലേക്ക്, ഒരു പുതിയ തിരിച്ചുവരവിലേക്ക്, വലിയ പശ്ചാത്താപത്തിൻ്റെ, അനുതാപത്തിൻ്റെ വിശുദ്ധരായിരുന്നു ഈ 3 വിശുദ്ധാത്മാക്കളും. മേരി മാഗ്ഡലിനെ കുറിച്ച് സുവിശേഷം പലയിടങ്ങളിൽ സൂചന നൽകുന്നുണ്ടല്ലോ. അവളുടെ പേര് തന്നെ അർത്ഥമാക്കുന്നത് മഗ്ദലയിൽ നിന്നുള്ള മേരി. മഗ്ദല എന്ന വാക്കിൻ്റെ അർത്ഥം മണിമാളിക, ഗോപുരം എന്നൊക്കെയാണ്. എങ്കിലും മഗ്ദലയിലുള്ള ജനങ്ങൾ ചെയ്തിരുന്നൊരു പ്രവൃത്തി, ഗലീലി കടലിൽ നിന്ന് പിടിക്കുന്ന മത്സ്യ സംസ്കരണമായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഉണക്ക മത്സ്യത്തിൻ്റെ ഗന്ധം അത്ര മനോഹരമൊന്നുമല്ല. അങ്ങനെ ഒരു തരത്തിലുള്ള പ്രത്യേകമായ ഒരു ജീവിതശൈലി ജീവിച്ചു കൊണ്ടിരുന്ന മേരി മാഗ്ഡലിൻ, ദുർഗന്ധപൂരിതമായൊരു ജീവിതം എന്ന സുവിശേഷത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന മേരി മാഗ്ഡലിൻ പിന്നീട് നമ്മൾ കാണുന്നത് സുഗന്ധക്കൂട്ടുമായി യേശുവിൻ്റെ പക്കലേക്ക് വരുന്നതാണ്. അവസാനം ഉത്തിതനായ യേശുവിൻ്റെ സാക്ഷ്യം നൽകുന്ന വ്യക്തിയായി ഈ മേരി മാഗ്ഡലിൻ ശിഷ്യന്മാരെ ഉത്തിതനായ കർത്താവിനെ കുറിച്ച് പറയുന്നവളായി ഇവൾ മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആന്തരിക മനോഭാവത്തിൽ വ്യത്യാസം വന്ന് വലിയ പശ്ചാത്താപത്തിലേക്കും അനുതാപത്തിലേക്കും തിരിച്ചു നടന്ന മേരി മാഗ്ഡലിൻ, അതുപോലെ തന്നെ ഈജിപ്തിലെ മറിയം, ദുർവൃത്തമായ ഒരു ജീവിത ശൈലിക്ക് ഉടമയായിരുന്ന ഈജിപ്തിലെ മറിയം, വളരെ കൊച്ചുപ്രായത്തിൽ തന്നെ തിന്മയിലേക്കും തിന്മയുടെ വഴികളിലേക്കും തിരിഞ്ഞുകൊണ്ട് ആർഭാടമായി ജീവിതം നയിച്ചിരുന്നവൾ. അവൾക്ക് അവളുടെ തെറ്റ് എന്താണ് എന്ന് പ്രത്യേകമായ ഒരു സന്ദർഭത്തിലൂടെ, അതായത് യേശുവിൻ്റെ ഹോളി സെപ്പുൾക്കർ എന്ന് അറിയപ്പെടുന്ന യേശുവിൻ്റെ ശവകുടീരത്തിൻ്റെ പള്ളിയിലേക്ക് പ്രവേശിക്കാൻ പരിശ്രമിച്ചപ്പോൾ അതിന് സാധിക്കാതെ വന്നതിനെക്കുറിച്ച് അവൾ ചിന്തിക്കുകയും വലിയ പശ്ചാത്താപത്തിലേക്കും അനുതാപത്തിലേക്കും അവൾ മടങ്ങി വരികയും പിന്നീട് ആ ദേവാലയം സന്ദർശിച്ചതിന് ശേഷം മരുഭൂമിയിൽ വലിയ താപസ ജീവിതം ഏകദേശം 40-ലേറെ വർഷത്തോളം നയിക്കുകയും ചെയ്ത വ്യക്തിയാണ്. തൻ്റെ പാപങ്ങളെക്കുറിച്ച് അനുതപിച്ച വ്യക്തിയാണ് ഈജിപ്തിലെ മറിയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റലിയിലെ കൊർത്തോണയിലെ മാർഗരറ്റ് എന്ന് പറയുന്ന വ്യക്തി, തൻ്റെ ചെറുപ്രായത്തിൽ ആർഭാടത്തിനും സുഖലോലുപതയ്ക്കും പ്രാമുഖ്യം നൽകിയിരുന്ന ഈ വ്യക്തി കർത്താവിൻ്റെ വലിയ ആഹ്വാനമനുസരിച്ച് പശ്ചാത്താപത്തിൻ്റെയും അനുതാപത്തിൻ്റെയും വലിയ വിശുദ്ധയായിട്ട് മാറുന്നു. വിശുദ്ധ ചാവറ പിതാവ് വിശുദ്ധനെന്നറിയപ്പെടുന്ന ഒരു മാലാഖയുടെ മുഖമെന്ന പോലെ പ്രശോഭിച്ചിരുന്ന വിശുദ്ധ ചാവറ പിതാവിനെ കുറിച്ച്, അല്ലെങ്കിൽ ചാവറ പിതാവിൻ്റെ ജീവിത ശൈലിയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദിവ്യനാഥൻ്റെ മുൻപിൽ മുട്ടുകൾ കുത്തി ധ്യാനിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഈ 3 വിശുദ്ധരുടെ സഹായം ചോദിച്ചിരുന്നു വിശുദ്ധ ചാവറ പിതാവ്. ഈ വിശുദ്ധരുടെ സഹായം ചോദിച്ചുകൊണ്ട് കർമ്മലീത്ത സഭയിലെ വിശുദ്ധരായ വിശുദ്ധ അമ്മത്രേസ്യായുടെ പ്രത്യേകമായ മധ്യസ്ഥം തേടിക്കൊണ്ട് ചാവറ പിതാവ് പറയുമായിരുന്നു, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചെന്ന് ദൈവപിതാവിൻ്റെ പക്കൽ ചെന്നുകൊണ്ട് അവിടുത്തെ
കരുണയുള്ള മുഖം എൻ്റെ മേൽ തിരിക്കുവാനായി നിങ്ങൾ ആവശ്യപ്പെടുക. നിങ്ങൾ എനിക്ക് വേണ്ടി ആവശ്യപ്പെടുക. പാപിയായ എൻ്റെ മേൽ, പശ്ചാത്തപിക്കുന്ന എൻ്റെ മേൽ കരുണയുള്ള ദൈവപിതാവിൻ്റെ മുഖം തിരിക്കാനായി. അങ്ങനെ ആ ആനന്ദ നിർവൃതിയിൽ ലയിക്കാനായി വിശുദ്ധ ചാവറ പിതാവിന് സാധിച്ചത് പശ്ചാത്താപമുള്ള, മാനസാന്തരമുള്ള ഒരു മനസ്സിൻ്റെ ഉടമയായതുകൊണ്ടാണ്. അതുകൊണ്ട് വിശുദ്ധ ചാവറ പിതാവിന് പശ്ചാത്താപത്തിലേക്കും തിരിച്ചുവരവിലേക്കും നടന്നെടുക്കാനുള്ള എളുപ്പമാർഗമായി അദ്ദേഹം കണ്ടിരുന്നത് ധൂർത്തപുത്രൻ്റെ ഉപമ തന്നെയാണ്. പന്നിക്കുഴിയിൽ നിന്ന് ദൈവപിതാവിൻ്റെ ആശ്ലേഷത്തിലേക്ക് തിരിച്ചു നടക്കുന്ന ഒരു കുറുക്കുവഴി ചാവറ പിതാവിന് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. പന്നിക്കൂട്ടിൽ നിന്ന് മണിയറയിലേക്ക് കടക്കുവാനുള്ള കുറുക്കുവഴിയുടെ ആചാര്യനായിരുന്നു വിശുദ്ധ ചാവറ പിതാവ്. പശ്ചാത്താപ വിവശമായ മനസ്സോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്ത് പ്രാർത്ഥിച്ചാലും അത് അനുഗ്രഹമായി തീരുമെന്ന് വിശുദ്ധ ചാവറ പിതാവിന് ബോധ്യമുണ്ടായിരുന്നു. പ്രത്യേകമായി വിശുദ്ധ ചാവറ പിതാവിൻ്റെ ജീവിതം ഒരു ആന്തരിക ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്, നീ നിന്റെ ജീവിതത്തിൽ ഒരു പശ്ചാത്താപമുള്ളൊരു മനസ്സ്, മാനസാന്തരപ്പെടുന്നൊരു മനസ്സ് നീ എപ്പോഴും കാത്തു സൂക്ഷിക്കണമെന്നുള്ളതാണ്. ആ മാനസാന്തരപ്പെടുന്ന മനസ്സ് കാത്തു സൂക്ഷിക്കുമ്പോൾ പിതാവിൻ്റെ ആശ്ലേഷത്തിലേക്ക് പെട്ടെന്ന് കയറി ചെല്ലുവാൻ സാധിക്കുമെന്നാണ് വിശുദ്ധ ചാവറ പിതാവ് നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് വിശുദ്ധ ചാവറ പിതാവ് താൻ സ്ഥാപിച്ച സഭയിലെ കന്യാസ്ത്രീകൾക്കായി പറയുന്നത് ഇപ്രകാരമാണ്. വിശുദ്ധ അമ്മ ത്രേസ്യയൊക്കെ 7-ാം സദനം വരെ പ്രാർത്ഥനയുടെ വലിയ പദവിയിലേക്ക് എത്തിയിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും സാധിക്കണമെന്നില്ല, ഒരു 4-ാം സദനം വരെയെങ്കിലും എത്തിയാൽ മതി. പക്ഷേ വിശുദ്ധ ചാവറ പിതാവിൻ്റെ വ്യക്തിത്വം കൂടുതൽ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, വിശുദ്ധ ചാവറ പിതാവ് പ്രാർത്ഥനയുടെ 7 സദനങ്ങളും മറികടന്ന് പിതാവിൻ്റെ ആശ്ലേഷത്തിലേക്ക് പശ്ചാത്താപ മനസ്സോടുകൂടെ, മാനസാന്തര മനോഭാവത്തോടുകൂടെ ഒരു കുറുക്ക് വഴിയിലൂടെ എന്ന പോലെ കടന്നു ചെന്നെത്തിയ ആളാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈശോയും വിശുദ്ധ സ്നാപയോഹന്നാനും അപ്പസ്തോല പ്രമുഖനായ വിശുദ്ധ പത്രോസും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ദൈവത്തിലേക്ക് അടുക്കുവാൻ, ദൈവിക മനോഭാവം സ്വീകരിക്കാൻ ചേഞ്ച് ഓഫ് മൈൻഡ്, മനസ്സിൻ്റെ ഒരു മാനസാന്തരം, ഒരു ആന്തരിക ഭാവത്തിലെ ഒരു നവീകരണം ആവശ്യമാണെന്ന് വളരെ വ്യക്തമായി സൂചിപ്പിക്കുകയാണ്. ചിലപ്പോൾ നമുക്ക് തോന്നും, ഈ മനുഷ്യർക്ക് മാത്രമാണ് ഇതുപോലെ ഒരു പുതിയ ജീവിത ശൈലിയിലേക്ക്, പുതിയ വ്യക്തിത്വത്തിലേക്ക് വളർന്നു വരാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കാം. പക്ഷേ ഈ പ്രകൃതിയിൽ നോക്കുകയാണ് എങ്കിൽ ഇതുപോലെ ഒരു റിന്യൂവൽ, ഒരു ജീവിത ശൈലിയിലുള്ള ഒരു മാറ്റങ്ങൾ പ്രകൃതിയിൽ പോലും ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ പലപ്പോഴും ഒരു മിത്ത് എന്നതുപോലെ പറയാറുള്ളൊരു കഥയാണല്ലോ കഴുകൻ അതിൻ്റെ യൗവനം നവീകരിക്കുന്നതിനെക്കുറിച്ച്. അതിൻ്റെ കൊക്കുകളൊക്കെ മാറ്റിക്കളഞ്ഞ് പുതിയ തൂവലുകൾ മുളച്ച് പുതിയ മാനസാന്തരത്തിലേക്ക് വരുന്ന ഒരു കഴുകനെക്കുറിച്ച് ഒരു കഥ നമ്മൾ പറയാറുണ്ടല്ലോ. അതുപോലെ തന്നെ പ്രകൃതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, പാമ്പുകൾ അതിൻ്റെ പടം പൊഴിക്കുന്നതായി. ഇത്രനാൾ തൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന അതിൻ്റെ രൂപമാറ്റം ഒരു പടം പൊഴിക്കലിലൂടെ അതിൻ്റെ ശരീരത്തിന് പുതിയ ഭംഗിയും ഊർജവും ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ചെടികൾ പ്രത്യേക ജീവിത സാഹചര്യത്തിൽ അതിൻ്റെ ഇലകൾ പൊഴിക്കുകയും പുതിയ നാമ്പുകൾ വരുന്നതായി ചെടികളെ പോലും നോക്കുകയാണെങ്കിൽ
നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ മനുഷ്യ ശരീരത്തിലും എത്രയോ സെല്ലുകളാണ് അനുനിമിഷം മരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു പകരമായി പുതിയ സെല്ലുകൾ രൂപമെടുക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ നോക്കുകയാണ് എങ്കിൽ ഒരു പ്രകൃതി സഹജമായ മനോഭാവമാണ് മാനസാന്തരം അല്ലെങ്കിൽ പുതിയ ജീവിതം അല്ലെങ്കിൽ പശ്ചാത്താപത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രകൃതി പോലും ഒരു പുതിയ മാറ്റത്തിന് വഴിതെളിക്കുന്നതായി പ്രകൃതി പോലും നമ്മെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പ്രകൃതിയുടെ മകുടമായ മനുഷ്യൻ എത്രയോ ആന്തരികമായ മാറ്റത്തിന് വിധേയനാകേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നത്, പശ്ചാത്തപിക്കുവിൻ, മാനസാന്തരപ്പെടുവിൻ, ഒരു പുതിയ ജീവിതത്തിലേക്ക് മാനസാന്തരപ്പെടുക മാത്രമല്ല, മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിനെന്ന് സുവിശേഷം നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നത്. പ്രത്യേകമായി അനുദിനവും അനുനിമിഷവും നമ്മുടെ ജീവിതത്തിലും ഒരു തിരിച്ചുവരവ്, ഒരു തിരിച്ചു നടപ്പ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. നമുക്ക് ഈ സമയം പ്രത്യേകമായി ഈശോയോട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഞങ്ങളുടെ ആന്തരിക മനുഷ്യൻ ഉത്തരോത്തരം ശക്തി പ്രാപിക്കുന്നതിന് വേണ്ടി, ആന്തരികമായ പുതിയ ശൈലി സ്വീകരിക്കുന്നതിന് വേണ്ടി, ആന്തരികമായ മനോഭാവത്തിൽ വ്യത്യാസം വരുത്തുന്നതിനു വേണ്ടി ഞങ്ങൾക്ക് കൃപ നൽകണമേ. പശ്ചാത്താപ മനസ്സോടുകൂടെ മാനസാന്തരത്തിലേക്ക്, ദൈവസന്നിധിയിലേക്ക് തിരിച്ചു നടക്കുവാൻ ഞങ്ങളെയും അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.